കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ഇന്ന് ഈ മിഷണറി യോഗത്തിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതട്ടെ. നമ്മുടെ ധ്യാനത്തിന് ആസ്പദമായി ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇതിനോടകം നാം വായിച്ച് കേട്ടു. എന്നാൽ നമ്മുടെ ധ്യാനത്തിന് ശ്രദ്ധ ഊന്നേണ്ടതിനായി 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരാവർത്തി കൂടെ ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 5 വരെ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ്, യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പീൻ, ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, മാറ്റമില്ലാത്ത അവിടുത്തെ വചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ലഭിച്ച ഈ അവസരത്തിനായി സ്തോത്രം. ഈ വചനം ഏതാത്മാവിൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിൽ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണമേ. പങ്കുവെക്കുന്ന അടിയനോടും ശ്രവിക്കുന്ന നിൻ്റെ മക്കളോടും അവിടുന്ന് കരുണ തോന്നി ഈ വചനത്താൽ ഏവരെയും ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഈ വേദഭാഗത്തിന് ഒരു ടൈറ്റിൽ, ഒരു തലവാചകം നൽകുവാൻ ശ്രമിച്ചാൽ അതേതാണ്ട് ഇങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപരിചിതരിൽ വെളിപ്പെടുന്ന ദൈവം. അപരിചിതരിൽ വെളിപ്പെടുന്ന ദൈവം. പരിചിതർ കുറയുകയും അപരിചിതർ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക പരിസരത്തിൽ നിന്നുകൊണ്ടാണ് നാം ഇന്ന് ഈ വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും. തൻ്റെ ഭവനത്തിൻ്റെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ അബ്രഹാം കാണുന്നത് സൂര്യൻ്റെ കനൽ കാറ്റേറ്റ്
തളർന്ന അപരിചിതരായ 3 പുരുഷന്മാരെയാണ്. അവരെ അബ്രഹാം ചേർത്തുകൊണ്ടപ്പോൾ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും അബ്രഹാമിന് കഴിയുന്നു. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ആരൊക്കെയോ ചേർന്ന് അവശയായ, മുഷിഞ്ഞ് നാറ്റം വമിക്കുന്ന വസ്ത്രം ധരിച്ച, അനാഥത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളുമുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു. കന്യാസ്ത്രീകൾ സ്ഥാപനത്തിൻ്റെ വരാന്തയിലേക്ക് വന്ന് ആ സാധു സ്ത്രീയെ സ്വീകരിക്കുകയാണ്. ഇനിയുള്ള കാഴ്ച മനുഷ്യ ബന്ധങ്ങളുടെ ആതിഥേയത്വത്തിൻ്റെ പൊളിച്ചെഴുത്താണ്. അപരിചിതയായ, അനാഥയായ, തെരുവിലലഞ്ഞ ആ സ്ത്രീയുടെ കൈകൾ മുത്തുന്നു. അവർ മുട്ടുകുത്തി ആ സ്ത്രീയുടെ കാൽപാദങ്ങൾ ചുംബിക്കുന്നു. ആലങ്കാരികമായി ഞാൻ പറഞ്ഞു വെച്ചതല്ല. അടുത്തയിട ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ്. ആ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ഇവിടെ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? തീർത്തും അനാഥയും അപരിചിതയുമായ ഒരു വ്യക്തിയെ പരിചിതയെ പോലെ രാജകീയമായി സ്വീകരിക്കുന്നതിലൂടെ കന്യാസ്ത്രീകൾ ഇന്നലെ അബ്രഹാമിൻ്റെ പ്രതിനിധികൾ ആവുകയാണ്. ഇതുവരെ പരിചിതരായിരുന്നവർ നമുക്ക് ക്ഷണത്തിൽ അപരിചിതരായി തീരുകയാണ്. വിദ്വേഷം സർപ്പവിഷം കണക്ക് നമ്മുടെ മനസ്സുകളിൽ പരന്നൊഴുകുമ്പോൾ ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്ന 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഈ സമയം ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ഒന്നാമത്, അപരിചിതർ ആരെന്നറിയാതെ ആതിഥേയനാകുന്ന അബ്രഹാം. അപരിചിതർ ആരെന്നറിയാതെ ആതിഥേയനാകുന്ന അബ്രഹാം. ആതിഥേയനാകുന്ന അബ്രഹാമിൽ നിറയുന്നത് ദൈവിക ഭാവമാണ്. അപരവൽക്കരണം സൃഷ്ടിച്ച് മനുഷ്യരെ പുറന്തള്ളുന്ന ലോകത്ത് അപരിചിതരെ ചേർത്തുകൊള്ളുന്ന അബ്രഹാമിൽ നിറയുന്നത് ആതിഥേയത്വത്തിൻ്റെ പുനർനിർവചനമാണ്. അപരിചിതരുടെ മുഖം അബ്രഹാമിൽ നിറയ്ക്കുന്നത് തൻ്റെ നിയോഗത്തെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചുമാണ്. അപരത്വം നിർമ്മിക്കപ്പെടുന്ന ഇക്കാലത്ത് അബ്രഹാമിൻ്റെ വീട്ടിൽ അപരത്വം കുഴിച്ചിടപ്പെടുകയാണ്. ബന്ധങ്ങളുടെ പുതിയ ആവിഷ്കാരങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇമ്മാനുവേൽ ലെവിനാസ് എന്ന ചിന്തകൻ പറയുന്നത് ഇവിടെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നു, ആതിഥ്യത്തിൻ്റെ രീതി നിർവചിക്കേണ്ടത് ആതിഥേയൻ്റെ ഉദാരതയല്ല, മറിച്ച് അതിഥികളാകുന്ന അപരർ ആണ്. ആതിഥ്യത്തിൻ്റെ രീതി നിർവചിക്കേണ്ടത് ആതിഥേയൻ്റെ ഉദാരതയല്ല, മറിച്ച് അതിഥികളാകുന്ന അപരർ ആണ്. ആതിഥേയത്വം നമ്മുടെ ഔദാര്യമല്ല, പകരം ഉത്തരവാദിത്തമാണ്. അതൊരു ദൈവ നിയോഗമാണ്.
എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: അതിഥി സൽക്കാരം മറക്കരുത്. അതിനാലല്ലോ ചിലർ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഒരു പക്ഷേ നമ്മുടെ മുഖ്യ വേദഭാഗം നാം വായിച്ചു കേട്ടല്ലോ. ഇതിൻ്റെ ഇതിവൃത്തം അടിസ്ഥാനപ്പെടുത്തി എബ്രായ ലേഖനകർത്താവ് പറഞ്ഞതാവാം എന്ന് ഞാൻ നിരൂപിക്കുന്നു. ഇന്ന് ഭാരതത്തിൻ്റെ, ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ കൊച്ചു കേരളത്തിൻ്റെ പരിസരം മാറുകയാണ്. ഇതുവരെ പരിചിതരായവർ ഭാഷയുടെയും വസ്ത്രത്തിൻ്റെയും മതത്തിൻ്റെയും ജെൻഡറിൻ്റെയും ഒക്കെ പേരിൽ അപരിചിതരാവുകയാണ്. ഒരു 15-20 വർഷങ്ങൾ പിന്നിലേക്ക് പോയാൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പകയുടെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം അത്രമേൽ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ കേരളത്തിൻ്റെ ജനബാഹുല്യം നോക്കുമ്പോൾ വിവിധ ജാതി മതസ്ഥരായ ആളുകൾ ഇടകലർന്ന് പാർക്കുന്ന രീതിയാണ്. അവരവർക്ക് പെരുന്നാളുകളുണ്ട്, ഉത്സവങ്ങളുണ്ട്, വിശേഷ ദിവസങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. അതെല്ലാം നടക്കുമ്പോൾ അന്യോന്യം അതിൻ്റെ പങ്കുകാരാകുന്നതിനും സഹകരിക്കുന്നതിനും അതിലൊക്കെ സന്തോഷിക്കുന്നതിനും ആളുകൾ ഒരു പരിധിവരെ ഉത്സാഹിച്ചിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. എല്ലാം വിഭാഗീയതയിലൂടെ ഓരോ വിഭാഗത്തിൻ്റെ എന്ന നിലയിൽ അതിനെ നോക്കിക്കാണുന്നതിൻ്റെ വൈഷമ്യങ്ങൾ നാം ചെറുതായി വലുതായി അഭിമുഖീകരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. സൗന്ദര്യം എന്ന് പറയുന്നത് സപ്ത വർണ്ണങ്ങളും സപ്ത സ്വരങ്ങളുമാണ്. എന്നാൽ ഇന്ന് ഓരോരുത്തരായി നിറങ്ങളെ വിഭജിച്ചെടുത്ത് തങ്ങളുടെ സ്വന്തമാക്കുന്ന നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. പോരാഞ്ഞിട്ട് അവരുടെ കൊടിക്കൂറകളിൽ ആ നിറം കലർത്തിക്കഴിഞ്ഞാൽ മറ്റാർക്കും അതിൻ്റെ മേൽ അവകാശമില്ല എന്നുള്ള വിധത്തിലാണ്. സപ്തസ്വരങ്ങൾ, ചില സ്വരങ്ങൾ ഒന്നുച്ചരിക്കാൻ 2 ആവർത്തി നാം ആലോചിക്കേണ്ടി വരുന്ന ഒരു വിമിഷ്ടം നാം നേരിടുകയാണ്. സപ്തസ്വരങ്ങളാണല്ലോ സംഗീതം. അതാണല്ലോ സംഗീതത്തിൻ്റെ സൗന്ദര്യം. സപ്ത നിറങ്ങൾ, അതല്ലേ മഴവിൽ നിറക്കൂട്ടെന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മഴവിൽ സമൂഹങ്ങൾ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് നാം പറഞ്ഞിരുന്നത് 137 കോടി ജനങ്ങൾ, എത്രയോ വ്യത്യസ്തരായ ജനവിഭാഗങ്ങളാണ്. ഒരു സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ അമ്പേ വ്യത്യസ്തമായ സാഹചര്യമാണ്. വസ്ത്രധാരണത്തിൽ, ഭക്ഷണരീതിയിൽ, സംസാരത്തിൽ, സംസ്കാരത്തിൽ ഒക്കെ മാറുകയാണ്.
എങ്കിലും അതിനൊരു സൗന്ദര്യം, അതൊരു മഴവിൽ സൗന്ദര്യമായിരുന്നു. ഇന്നത് അന്യം നിന്ന് വരുന്നോ എന്നുള്ള ഭയം എന്നെ വല്ലാതെ അലട്ടുകയാണ്. ഒരപ്പൻ ഭവനത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്ത് നിർദ്ദേശമാണ് നൽകിക്കൂടാത്തത്? മക്കളെ, ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ അപകടം പതിയിരിപ്പുണ്ട്. ഒരു പള്ളി അച്ഛൻ ഇടവക ജനങ്ങൾക്ക് ചില ആലോചനകൾ നൽകുന്നു. ഒരു പിതാവ് തൻ്റെ അജഗണങ്ങൾക്ക് ചില ചതിക്കുഴികളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ മക്കളെ സൂക്ഷിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ യുവജനങ്ങൾ എവിടെ ചെന്ന് ബന്ധം കൂടുന്നുവെന്ന് നിങ്ങൾ നോക്കി പാർത്തിരിക്കണം. ആലോചന കൊടുക്കാൻ എന്താണ് നമുക്ക് കഴിയാത്തത്? എന്നാൽ അങ്ങനെ കൊടുക്കുമ്പോൾ പല ആവർത്തി ആലോചിക്കണമെന്ന് അടുത്ത കാലത്ത് സമൂഹം നമ്മളോട് പറയുകയാണ്. നമ്മുടെ വാക്കുകൾക്ക് പുതിയ മാനങ്ങൾ നൽകി എന്ന് വന്നേക്കാം. നമ്മുടെ ആലോചനകൾക്ക് ഭാഗികമായ ആഖ്യാനങ്ങൾ നൽകി എന്ന് വന്നേക്കാം. അതൊക്കെ സൃഷ്ടിച്ചെടുക്കുന്ന കോലാഹലങ്ങൾ നമ്മൾ കുറേ കേട്ടതും കണ്ടതുമാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ഒരു കാലത്ത് ശിക്ഷണം പാലിക്കുവാൻ സമൂഹത്തിലെ എല്ലാവർക്കും നേതൃത്വമെടുക്കാമായിരുന്നു. ഒരു ഗ്രാമത്തിൽ, ഒരു ചെറു പട്ടണത്തിൽ ഒരു കുഞ്ഞ് ശരിയല്ലാത്ത ദിശയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് കാണുമ്പോൾ ആരെന്നും എന്തെന്നും ഏത് പശ്ചാത്തലത്തിലുള്ളവനെന്നും ചിന്തിക്കാതെ തൻ്റെ കുഞ്ഞെന്നുള്ള നിലയിൽ അതിനെ നേരായ പാതയിലേക്ക് അപകടത്തിൽ നിന്ന് ഒഴിച്ചുവിടുവാനായി എല്ലാവരും ശ്രമിക്കുമായിരുന്നു. ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുകയാണ്. ആർക്കും ആരുടെ മേൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത വിധത്തിൽ വിഭാഗീയ സ്വാധീനങ്ങൾ മാത്രമേ ആവൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം നാട്ടിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം മുട്ടൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമുക്ക് സംസാരിക്കാനായി പലപ്പോഴും വളരെ പ്രാവശ്യം ചിന്തിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ചിന്താ മണ്ഡലത്തിന് കുച്ചുവലങ്ങിടുന്നതായുള്ള സാഹചര്യമാണ്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾ ഊഹിക്കുന്നുണ്ടാവാം. അപരിചിതത്വം വർദ്ധിക്കുകയും പരിചിതമായ മുഖങ്ങൾ കുറയുകയും ചെയ്യുന്നുവെന്ന് ഇന്ന് നാം അനുഭവിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ദൈവിക ഭാവം അന്യം നിൽക്കുന്ന ഇടങ്ങളിലാണ് അപരിചിതത്വം നിറയുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പിശാച് നമ്മിൽ കുത്തിവെക്കുന്ന വിഭജനത്തിൻ്റെ വിഷം നമ്മിൽ വന്നു നിറഞ്ഞ് നമ്മെ തന്നെ ഇല്ലാതെയാക്കുന്നതാണ്. അതിനൊരു ആൻറ്റിഡോട്ടായി അബ്രഹാം ഒരു മാതൃക നമുക്ക് നൽകുകയാണ്. അപരിചിതരെ പരിചിതരായി സ്വീകരിച്ച് ആതിഥ്യം നൽകുന്നതിലൂടെ സാഹോദര്യത്തിൻ്റെ ദൈവിക സമഭാവനയുടെ പുത്തൻ സംസ്കാരം അബ്രഹാം സൃഷ്ടിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ സഭയുടെ ധർമ്മം എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കട്ടെ. നാം ഒരു കൊച്ചു സഭയാണ് മാർത്തോമാ സഭ. ചിലരൊക്കെ അടുത്ത കാലത്ത് അങ്ങനെ പറഞ്ഞ് അതങ്ങ് സ്ഥാപിക്കാനായി തത്രപ്പാട് കഴിക്കുകയാണ്. അങ്ങനെ ആയിക്കൊള്ളട്ടെ. എന്നാൽ ഈ ചെറിയ സഭയ്ക്ക് ചില വേറിട്ട
സ്വഭാവങ്ങൾ സൂക്ഷിക്കാനായിട്ട് കഴിയും എന്ന് ഞാനിന്ന് ഈ സമയം നിങ്ങളോട് പറയട്ടെ. അനുരഞ്ജനത്തിൻ്റെയും സമഭാവനയുടെയും ഒരു തുരുത്തായി ഈ കൊച്ചു സഭയ്ക്ക് തീർന്നുകൂടെ? 127ാമത് മാരാമൺ മഹായോഗത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ ദർശിച്ചത്, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് ഈ സമയം വരെയും കേരളത്തിലെ വിവിധ സഭാവിഭാഗങ്ങളുടെ നേതൃത്വങ്ങൾ ഈ സ്റ്റേജ് അലങ്കരിച്ച് അവരുടെ ആലോചനകൾ പങ്കുവെച്ച് പോയിട്ടുണ്ട്. അതൊരു കൊച്ചു കാര്യമല്ല. ആർക്കും ഈ മാരാമൺ യോഗത്തിൻ്റെ വേദിയിൽ സംബന്ധിക്കാനായി ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുക, അതിനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുക. ഈ ഒരു വലിയ സ്വാഗതം, ആതിഥേയത്വം നൽകാൻ ഈ കൊച്ചു സഭയ്ക്ക് കഴിഞ്ഞാൽ എന്തിനു വലിയ സഭ, എന്തിനധികം അംഗബലം! ഈ ചെറിയ സഭയ്ക്ക് വളരെ ധന്യമായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ കഴിയും. എൻ്റെ ഉറ്റ സ്നേഹിതൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ മുന്നും പിന്നും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അധ്യക്ഷന്മാരായിരുന്നതാണ്. ആ സൗഹൃദം ഇന്നും സൂക്ഷിക്കുകയാണ്. ഈ കൊച്ചു മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല, ഈ കേരളത്തിലെ മുഖ്യധാരാ സഭകൾക്കെല്ലാം തന്നെ ഇത്തരത്തിലൊരു ആതിഥേയത്വത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുന്നു എന്ന് വരികിൽ ഈ കേരളത്തിൽ ഇനിയും അത്ഭുതം പ്രവർത്തിപ്പാനായി നമുക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതായിരിക്കട്ടെ സഭകളുടെ ഈ നാളുകളിലെ സന്ദേശം എന്ന് പറഞ്ഞ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്.